ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കണ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. മനോരമൊക്കെ വായം തുറന്ന് നിൽക്കുകയാണ്. ഇതേ സമയം ശ്യാമിനാണെന്നുണ്ടെങ്കിൽ കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. അതൊരു കാഴ്ച കണ്ടിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ നീങ്ങി മാറാണ്. എന്നിട്ട് അശ്വിനെ തുറച്ച് നോക്കുകയാണ്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ചമ്മലും നാണക്കേടൊക്കെ ആയിട്ട് ശ്രുതിനെ തന്നെ നോക്കിക്കാണ് കേട്ടോ. അതിനുശേഷം ശ്രുതി അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടിക്കളയാണ് കേട്ടോ. എന്തായാലും മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവാണ് കേട്ടോ. കാരണം അവർക്ക് മനസ്സിലാവണം ശ്രുതിക്കും അശ്വിനും തമ്മിലിടയിൽ എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അത് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ശ്യാമിന് മാത്രമാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അഞ്ജലി മുത്തശ്ശിയോട് പറയണം, മുത്തശ്ശി ഇത് കണ്ടില്ലേ, അവർക്കിടയിൽ എന്തോ ഒന്നുണ്ടല്ലേ എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ 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 സത്യമായിട്ടും അവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുഞ്ഞിൻ്റെ ഒരു മുഖത്ത് ആ ചമ്മലും നാണക്കേടൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. അശ്വിൻ അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ മുത്തശ്ശിക്കും അഞ്ജലിക്കും ഇങ്ങനെ മനസ്സിലാവണം. അപ്പോൾ എന്തായാലും അശ്വിൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയാം കേട്ടോ. എന്താണ് ശ്യാമേട്ടൻ്റെ ഒരു അഭിപ്രായം? അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടമുണ്ടല്ലേ, അവർ തമ്മിൽ നല്ല ചേർച്ചയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിനത് ഇഷ്ടപ്പെടും. ശ്യാം പറയണം, ശ്രുതി എല്ലാവർക്കും ഉമ്മ കൊടുത്ത കൂട്ടത്തിൽ അളിയനും കൊടുത്തതാണ്, അതിലിപ്പോൾ പ്രത്യേകിച്ച് എന്തിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പറയാണ്. അപ്പോൾ അഞ്ജലി പറയും, ശ്യാമേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ മുത്തശ്ശി, നമുക്ക് എന്തായാലും കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആ ശരി എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇതേ സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പിന്നെ കൂടെ പോകാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം വീട്ടിലേക്ക് പോകാനായിട്ട് ഓടാണ്. ഈ സമയത്ത് ശ്രുതിയുടെ പിന്നെ കൂടെ ചെന്നിട്ട് അശ്വിൻ ശ്രുതിനെ വിളിക്കുകയാണ്, ശ്രുതികുമാരി ലക്ഷ്മി എന്ന് വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അശ്വിനെ കാണുന്നതോടുകൂടിയിട്ട് ആകെ നെഞ്ഞിടിക്കാൻ തുടങ്ങും. ശ്രുതി അവിടെ നിൽക്കൂട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തേ കാണിച്ചേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും അശ്വിൻ ചോദിക്കുകയാണ്, നിന്നോട് ചോദിച്ചത് നീ എന്തേ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതല്ലേ, ഇപ്പോൾ ഞാൻ ജയിച്ചില്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള കാര്യം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ അങ്ങനെ ചെയ്തത്? അന്നേരം ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്? അത് മത്സരത്തിൻ്റെ ഭാഗം തന്നെയായിട്ടാണ്, നമ്മൾ തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പം ഞാൻ തന്നെയാണ് ജയിച്ച് നിൽക്കുന്നത് എന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് നീങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ശ്രുതിനെ പിടിക്കുകയാണ്, രണ്ട് കൈയും കൂടെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മത്സരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ നീ അതങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു നാണോ ഇതൊക്കെ തോന്നാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ കണ്ണൊക്കെ കവിളൊക്കെ തുടുത്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ മത്സരത്തിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകാണ്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ശ്രുതിക്ക് ഒന്നും തന്നെ നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റുന്നില്ല. ശ്രുതിന് ഉമ്മം വെച്ചതും അശ്വിന് ഉമ്മം വെച്ചതും ഒക്കെ ആയിട്ടുള്ള നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രുതി വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. ശ്രുതി അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യണതൊക്കെ തെറ്റും മണ്ടത്തരൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതേ സമയം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. പ്രീതിയുടെ ഡ്രസ്സൊക്കെ അശ്വിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യുന്നതിൽ ശ്രുതി തൻ്റെ ഡ്രസ്സും കൂടെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രേമികൾ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്ത് മണ്ടത്തരാണ് ഈ കാണിക്കുന്നത്? ഇവിടുന്ന് കല്യാണം കഴിച്ച് പറഞ്ഞയക്കണത് പ്രീതിനെയാണ്, നിന്നെയല്ല. നീ എന്താ ആ ഡ്രസ്സൊക്കെ ഇതിലേക്ക് ഇട്ട് വെക്കുന്നത്? നിന്റെ ഡ്രസ്സാണ് നീ ഇപ്പം മടക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും അയ്യോ എനിക്ക് തെറ്റുപറ്റി, ദൈവമേ കുട്ടിഷ്ണ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം വേഗം ഒരുങ്ങി നമുക്ക് അവരുടെ വീട്ടിൽ പൂജയ്ക്ക് പോകേണ്ടതല്ലേ എന്ന് പ്രേമികളെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേനും വീണ്ടും ശ്രുതിനെ നെഞ്ഞിടിക്കാൻ കേട്ടോ. ഇനി പൂജയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും അശ്വിൻ്റെ വീട്ടിലേക്ക് പോവുകയും അശ്വിനെ കാണാൻ വേണമല്ലോ. ഇതേ സമയം മുത്തശ്ശിയും അഞ്ജലിയും കൂടിയിട്ട് അശ്വിൻ്റെ അടുത്ത് നിന്നിട്ട് അശ്വിൻ ഇങ്ങനെ ഗാർഡനൊക്കെ നനയ്ക്കായിരിക്കും. ആ സമയത്ത് അവിടെ ചെന്ന് നിന്നിട്ട് മുത്തശ്ശി പറയാണ്, നമുക്ക് ശ്രുതിനെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുകയാണ്. ശരിയാണ് മുത്തശ്ശി, നമുക്ക് ശ്രുതിനെ കൊണ്ടുവരാല്ലേ, എന്തിനാണ് നമ്മൾ വെറുതെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പെൺകുട്ടി ഉണ്ടായിട്ട് വേറെ പെൺകുട്ടികളെ അന്വേഷിച്ച് പോകുന്നതെന്നൊക്കെ മുത്തശ്ശിയും അഞ്ജലിയും തമ്മിൽ പറയുകയാണേ. അന്നേരം അശ്വിൻ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശി മോൻ ഇവിടെ ഉണ്ടായിരുന്നോ, ഞങ്ങളെ ശ്രുതിയുടെ കാര്യം പറയായിരുന്നു, ശ്രുതിനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അശ്വിന് മനസ്സിലാവാൻ കേട്ടോ, അശ്വിന് വേണ്ടിയിട്ട് ശ്രുതിനെ ആലോചിക്കാനാണ് ഇവർ തീരുമാനം. അപ്പോൾ അത് മുത്തശ്ശി ഞാനും ശ്രുതിയും ചേർന്നാൽ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശി പറയണ, അയ്യോ നിൻ്റെ കാര്യമല്ല പറഞ്ഞത്, കുഞ്ഞിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ നമ്മളെ എനിക്കേനെ ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ശ്രുതിയും കൂടെ വിവാഹം കഴിച്ചാലേ നല്ല പൊരുത്തായിരിക്കും, അവർ രണ്ടാളും നല്ല ചേർച്ചയാണെന്നൊക്കെ പറയൂട്ടോ. ഇത് കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം വന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.